നമുക്ക് പലർക്കും സാധാ കാർസിനൊക്കെ കൂടുതലും ഹെവി വെഹിക്കിൾസിനോടായിരിക്കും താല്പര്യം. കാരണം അതിൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസം, സ്റ്റിയറിംഗ് കൺട്രോളിങ്, ബാലൻസിങ് ഇതൊക്കെ നോക്കി ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ സാറ്റിസ്ഫൈങ് ആണ്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ഹെവി ഡ്രൈവിംഗ് മെക്കാനിസം ഇൻവോൾവ് ചെയ്ത ഗെയിംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കൂ. മാരിയോ എന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു ക്വാളിറ്റി ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്ത്യ. നമ്മുടെ കേരളത്തിലെ സിറ്റി റോഡ്സ്, ഹൈവേ, റൂറൽ റോഡ്സ്, ഇന്ത്യയിലെ ട്രാഫിക്, ഡീറ്റെയിൽ ആയിട്ടുള്ള ബസ്സസ്, വെറൈറ്റി റൂട്ട്സ് ഒക്കെ കൂടിയുള്ളൊരു ഗെയിമാണിത്. ഗെയിം എൻവയോൺമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ റോഡ്സ് ഒക്കെ നല്ല റിയലിസ്റ്റിക് ആണ്. പലതരം വെതർ എൻവയോൺമെൻറ്റ്, ഡേ നൈറ്റ് സൈക്കിൾസ് ഒക്കെ കൂടി കാണുമ്പോൾ വളരെ യുണീക്കായിട്ട് ഫീൽ ചെയ്യും. കരിയർ മോഡ്, ഫ്രീ ഡ്രൈവ്, ഓഫ് റോഡ് ഒക്കെ കൂടിയുള്ളൊരു അടിപൊളി മൊബൈൽ ട്രക്കിംഗ് ഗെയിമാണ് ട്രക്ക് മാസ്റ്റേഴ്സ് ഇന്ത്യ. ഇന്ത്യയിലെ ഹൈവേ, വില്ലേജസ്, സിറ്റികൾ, മൗണ്ടൻ റോഡ്സ്, ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയുള്ള റിയലിസ്റ്റിക് ആയ ഡ്രൈവിംഗ് ഫിസിക്സ് ഒക്കെയാണ് ഗെയിമിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. പലതരം ട്രക്ക് കസ്റ്റമൈസേഷൻ, വെറൈറ്റി മിഷന്, ഫ്യൂവൽ സ്റ്റേഷന്, ടോൾ ബൂത്ത് ഒക്കെ കൂടുമ്പോൾ ഗെയിം കൂടുതൽ ഒതൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ലൈറ്റ് വെയ്റ്റ് മൊബൈൽ ട്രക്ക് ഗെയിമാണ് കാർഗോ റേഞ്ചർ. മൊബൈൽ ഗെയിം എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ വിഷ്വൽസ് ഒക്കെ റീസണബിളി ഓക്കെയാണ്. സിറ്റി, ഹൈവേ, മൗണ്ടൻസ്, കൺട്രി സൈഡ്സ് പോലത്തെ ഗെയിം എൻവയോൺമെൻറ്റിലൂടെ നമ്മൾ കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് മെയിൻ ഒബ്ജക്റ്റീവ്. വളരെ സ്മൂത്തും ഈസി ആയിട്ടുള്ള ഡ്രൈവിംഗ് കൺട്രോൾസാണ് ഗെയിമിലുള്ളത്. വലിയ പോപ്പുലറായ ട്രക്ക് സിമുലേറ്റർ ഗെയിമാണ് ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് 3. ട്രക്ക് ഹാൻഡ്ലിങ്ങും എഞ്ചിൻ സൗണ്ട്സ് ഒക്കെ വളരെ സ്മൂത്തും കൺവിൻസിങ്ങുമാണ്. കൂടാതെ സ്മൂത്ത് ആയിട്ടുള്ള ട്രക്ക് ഡ്രൈവിംഗ് ഫിസിക്സോട് കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം വളരെ സാറ്റിസ്ഫൈങ് ആയി ഫീൽ ചെയ്യും. വലിയ ഓപ്പൺ വേൾഡ് മാപ്പ്, ഹൈവേ, കൺട്രി റോഡ്സ്, ബിസി സിറ്റീസ് ഒക്കെ കൂടിയുള്ള ഒരു അടിപൊളി ഒതൻറ്റിക് ട്രക്കിംഗ് അഡ്വഞ്ചറാണ് ഗെയിം തരുന്നത്. ഒരു ബസ് സിമുലേറ്ററായ ഈ ഗെയിം നമ്മൾ പാസഞ്ചേഴ്സിനെ സിറ്റീസ്, ഹൈവേസ് കൂടിയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് മെയിൻ ഒബ്ജക്റ്റീവ്. എൻവയോൺമെൻ്റ് ഒക്കെ വെൽ ക്രാഫ്റ്റഡും ഡൈനാമിക് വെതർ, റിയലിസ്റ്റിക് ലൈറ്റിങ്, മൾട്ടിപ്പിൾ ക്യാമറ ആംഗിൾസ് ഒക്കെ കൂടി ഒരു ക്ലാസിക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഗെയിം തരുന്നത്. വെറൈറ്റി ബസ്സസ്, കസ്റ്റമൈസേഷന്, ഡിഫറെൻ്റ് റൂട്ട്സ്, കൂടാതെ സ്മൂത്ത് ഡ്രൈവിംഗ് മെക്കാനിസം ഒക്കെയാണ് മെയിനായിട്ടുള്ള ഗെയിമിൻ്റെ ഫീച്ചേഴ്സ്. ഒരു അമേരിക്കൻ സ്റ്റൈൽ ട്രക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഗെയിമാണ് ട്രക്ക് സിമുലേറ്റർ ഡ്രൈവ് USA. പലതരം വെറൈറ്റി ആയ കാർഗോ മിഷൻ, ഡെലിവറി മിഷൻസ്, കൂടാതെ ഗ്രാഫിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡീറ്റെയിൽഡും റിയലിസ്റ്റിക്കുമാണ്. ഗെയിമിൽ നമ്മൾ അമേരിക്കൻ ഹൈവേസ്, സിറ്റീസ്, ഗ്യാസ് സ്റ്റേഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല എൻജോയബിൾ ഡ്രൈവിംഗ് ആണ് ഗെയിം തരുന്നത്. ഒരു ബസ് സിമുലേറ്ററായ ഈ ഗെയിം നമ്മൾ പാസഞ്ചേഴ്സിനെ സിറ്റീസ്, ഹൈവേസ് കൂടിയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് മെയിൻ ഒബ്ജക്റ്റീവ്. എൻവയോൺമെൻ്റ് ഒക്കെ വെൽ ക്രാഫ്റ്റഡും ഡൈനാമിക് വെതർ, റിയലിസ്റ്റിക് ലൈറ്റിങ്, മൾട്ടിപ്പിൾ ക്യാമറ ആംഗിൾസ് ഒക്കെ കൂടി ഒരു ക്ലാസിക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഗെയിം തരുന്നത്. വെറൈറ്റി ബസ്സസ്, കസ്റ്റമൈസേഷന്, ഡിഫറെൻ്റ് റൂട്ട്സ്, കൂടാതെ സ്മൂത്ത് ഡ്രൈവിംഗ് മെക്കാനിസം ഒക്കെയാണ് മെയിനായിട്ടുള്ള ഗെയിമിൻ്റെ ഫീച്ചേഴ്സ്. ഒരു സിറ്റി എൻവയോൺമെൻറ്റിൽ കൂടെ ട്രക്സൊക്കെ യൂസ് ചെയ്ത് വേസ്റ്റ് കളക്ട് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ട്രാഷ് ട്രക്ക് സിമുലേറ്റർ. സിറ്റി എൻവയോൺമെൻ്റ് ഒക്കെ കാണാൻ ഒരു അർബൻ കൾച്ചർ പോലെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഗെയിമിലെ പ്രോഗ്രഷൻ വരുന്നതനുസരിച്ച് ട്രക്സും ഗാർബേജ് കളക്ട് ചെയ്യുന്ന ഫാക്കൽറ്റി അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും. മെയിനായിട്ട് കണ്ട ഒരു ഡ്രോബാക്ക് എന്തെന്നാൽ കുറേ നേരം നമ്മൾ കളിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു റിപ്പീറ്റീവ് മോഡ് പോലെ ഫീൽ ചെയ്യും. സാധാ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലോട്ടുള്ള ഡ്രൈവിംഗ് അല്ല ഈ ഗെയിം. നമ്മൾ ട്രക്സൊക്കെ മാനേജ് ചെയ്ത് പല ജോബ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കളിക്കേണ്ട ഗെയിമാണ് ഗ്രാൻഡ് ട്രക്ക് സിമുലേറ്റർ 2. ഗ്രാഫിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മോഡേൺ മൊബൈൽ ഗെയിമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വിഷ്വൽസ് ഒക്കെ വളരെ സിമ്പിളാണ്. കൂടാതെ ഡ്രൈവിംഗ് ഫിസിക്സ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. എന്നാലും ഒരു യുണീക്കായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി കളിച്ച് നോക്കാം. ലിസ്റ്റിലെ അവസാനത്തെ ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഗെയിം ഐഡിയയൊക്കെ വളരെ സിമ്പിളാണ്. ഇന്തോനേഷ്യയിൽ നമ്മൾ ബസ് ഓടിച്ച് പല റൂട്ട്സും പിന്നെ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്താണ് ഈ ഗെയിം കളിക്കുന്നത്. ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ ബസ്സൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആണ്. റോഡും എൻവയോൺമെൻറ്റൊക്കെ ഇന്തോനേഷ്യൻ സ്റ്റൈലാണ്. ഡ്രൈവിംഗ് മെക്കാനിസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബസ്സൊക്കെ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ടേണിങ്ങിലും ബ്രേക്കിങ്ങിലും നാരോ റോഡ്സിൽ കൂടെയൊക്കെ പോകുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം.